പുതിയൊരു വീഡിയോ എല്ലാവർക്കും സാധനം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റൽ ഇട്ടത് വെയിറ്റിംഗ് ഫോർ ദ ബീസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആ ബീസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ബീസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അഹൂജയുടെ ഒരു പഴയ മോഡൽ ആംപ്ലിഫയർ ആണ്. ഇത് SSA 160 മോഡൽ. അപ്പം ഈ അഹൂജയുടെ SSA കുറേ മോഡൽസ് ഉണ്ട്. ഈ SSA 160 EM, SSA 160 DP, SSA 250M, 250FX, 250 DP, അങ്ങനെ SSA 350. അങ്ങനെ ഈ SSA മോഡലിൻ്റെ കുറേ മോഡൽ ആംപ്ലിഫയറുകളുണ്ട്. ഇത് SSA 160 മോഡൽ ആംപ്ലിഫയറാണ്. ഇത് പഴയ മോഡലാണ്. ഈ അഹൂജയുടെ 160 മോഡലിൻ്റെ EM ഉണ്ട്, DP ഉണ്ട്. അപ്പോൾ DP എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ബ്ലൂടൂത്തും USB ഒക്കെ എനേബിൾഡ് ആയിട്ടുള്ളതാണ്. EM എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ആംപ്ലിഫയറാണ്. കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഔട്ട്ഡേറ്റഡ് ആംപ്ലിഫയറാണ്. എന്ന് വെച്ചാൽ ഇവിടെയാണ് മാസ്റ്റർ കൺട്രോളും പിന്നെ വ്യൂ മീറ്റർ ഇവിടെ വരും, പിന്നെ ബേസും ട്രിബിളും ഇവിടെ. അങ്ങനെയാണ്. DPക്കകത്ത് വരുമ്പം ഇതുപോലെ തന്നെ ബേസും ട്രബിളും, മാസ്റ്റർ ഇവിടെ ബേസും ട്രബിളും, പിന്നെ ഒരു താഴെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു മൊഡ്യൂളും കൂടെ വെച്ചിട്ടാണ് DP മോഡൽ പറയുന്നത്. അപ്പം വിലയ്ക്ക് ഭയങ്കര വ്യത്യാസവും വരും. അപ്പോൾ അതുപോലത്തെ ആംപ്ലിഫയർ വാങ്ങണമെങ്കിൽ 16,000 രൂപ അല്ല 15,000 രൂപയാണ് അപ്പോൾ ആ ആംപ്ലിഫയറിൻ്റെയൊക്കെ വില വരുന്നത്. ഇത് നമുക്കൊരു സെക്കൻഡ് കിട്ടിയ ഒരു ആംപ്ലിഫയറാണ്. ഇത് പഴയ മോഡൽ ആംപ്ലിഫയറാണ്. ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കംപ്ലൈൻറ്റ് നമ്മളൊരു കടയിൽ കൊണ്ടുപോയിട്ട് പരിഹരിച്ച് അതിന് ഓൺ ആവുന്നില്ലായിരുന്നു. പിന്നെ ഡ്രൈവർ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അതൊക്കെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ചാനൽ കൺട്രോളിന് ചില കംപ്ലൈൻറ്റ് ഉണ്ട്. അത് നമുക്ക് ഒന്ന് ശരിയാക്കി വെക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ വോളിയം കൺട്രോളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എന്നാൽ മൈക്ക് എന്ന് വെച്ചാൽ 1, 2, 3 നല്ലതായിട്ട് വർക്കാകുന്നുണ്ട്. എന്നാൽ ഈ മൈക്ക് 4 ആണ് വർക്കാവാത്തത്. എന്ന് വെച്ചാൽ ഓക്സ് 1 ആണ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്കൊന്ന് ശരിയാക്കണം. എന്നാൽ മൈക്ക് 1, മൈക്ക് 2, മൈക്ക് 3 ഒക്കെ വർക്കാവുന്നതാണ്. മൈക്ക് 4 കംപ്ലൈൻ്റ് ഉള്ളത്. എന്നാൽ മൈക്ക് 5 ഓക്കെയാണ്. മൈക്ക് 5 വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മളിപ്പം ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ചിപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓക്സ് 12 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ബേസ് ഉണ്ട്, ഒരു ട്രിബിൾ ഉണ്ട്, ഒരു മാസ്റ്റർ കൺട്രോൾ ഉണ്ട്. നമ്മളിപ്പം ബേസ് ഇപ്പോൾ വേണം സെൻറ്ററിൽ ഫ്ലാറ്റ് ഇടാനാണ് ഫ്ലാറ്റ് ഇടുക. ചിലവരൊക്കെ ഫ്ലാറ്റിലാണ് ഇടാറുള്ളത്. അതും നല്ലതാണ്. ഞാൻ എന്നാൽ ഇച്ചിരി ബേസ് ഇട്ടിട്ടാണ് പാട്ടൊക്കെ വെക്കാറുള്ളത്. എന്നാലേ അതിനൊരു ഗുമ്മ് കിട്ടുള്ളൂ. അപ്പം ഇപ്പോഴത്തെയൊക്കെ ആംപ്ലിഫയറുകളിലാണ് ഇപ്പോൾ ഭയങ്കര ഈ അഹൂജ എന്ന് പറയുമ്പോൾ ആംപ്ലിഫയർ എന്ന് പറയുമ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു സാധനമാണ് ഈ എരപ്പെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം സ്പീക്കറിൻ്റെ വാട്ടേജ് കൂടി എരപ്പ് വരും, അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ വാട്ടേജ് കുറഞ്ഞാലും എരപ്പ് വരും. അങ്ങനെ പല ശല്യങ്ങളുണ്ട് ഈ എരപ്പിനെ പറ്റിയുള്ളത്. എരപ്പ് പലതരത്തിലാണ് വരുന്നത്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വാട്ടേജും കൊണ്ടും വരും, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ വാട്ടേജും കൊണ്ടും വരും. അപ്പം ഇതുപോലത്തെയൊക്കെ പഴയ മോഡൽ ആംപ്ലിഫയറുകളിലാണ് അത്രയ്ക്ക് എരപ്പില്ല. നല്ല ക്വാളിറ്റിയാണ് ഓഡിയോയ്ക്കും. നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടും. അപ്പം നമ്മളിപ്പം ഒരു പാട്ട് വെച്ച് പോകുമ്പോൾ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. എരപ്പും വരത്തില്ല, അങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ ഇതിന് ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട്. നമ്മൾ ബോക്സ് കൊടുക്കണമെങ്കിൽ ബോക്സ് കൊടുക്കുക. ഇപ്പോൾ ഒരു അഹൂജയുടെ SRX 120DX ഒക്കെ ഇതിനും ലോഡാവുന്ന ഇത് ലോഡാവും. ഈ ആംപ്ലിഫയറിനൊക്കെ ലോഡാവുന്നതാണ്. പക്കാ ലോഡിങ്ങാണ്. ഒരു അഹൂജയുടെ SRX 120DX ഒരു ബോക്സും ഈ ആംപ്ലിഫയറും ഉണ്ട്. ഒരു സുഖമായിട്ടൊരു ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഒരു ചെറിയ വല്ലതും അങ്ങനത്തെ ഉണ്ട്, ഇപ്പം പ്രാർത്ഥനയാകും അങ്ങനത്തേനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഈ ഒരു ആംപ്ലിഫയർ ഒരു അഹൂജയുടെ ഒരു ബോക്സും കൂടി ഉണ്ടെങ്കിൽ അതാണ്. പിന്നെ ഇതൊരു ഡ്രൈവർ യൂണിറ്റിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ഞാൻ കാണിക്കാം. ഇത് ഡ്രൈവർ യൂണിറ്റാണ്. 2 ഇൻഡിക്കേറ്റർ കത്തുന്നത്. നമ്മുടെ കോളാമ്പി അല്ലെങ്കിൽ ഇപ്പം ഈ കടകളിലൊക്കെ സീലിംഗ് സ്പീക്കേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഈ ഡ്രൈവർ യൂണിറ്റിലൊക്കെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാറുള്ളത്. നമ്മൾ ബോക്സ് സ്പീക്കറും കണക്ഷൻ കൊടുക്കാറുണ്ട്. അത് ഡ്രൈവർ യൂണിറ്റ് ട്രാൻസ്ഫോമർ ഇല്ലാത്ത സ്പീക്കറുകളിലാണ് നമ്മൾ ബോക്സ് സ്പീക്കർ കൊടുക്കുന്നത്. ട്രാൻസ്ഫോമർ ഉള്ള സ്പീക്കറിലാണ് നമ്മളാണ് ഡ്രൈവർ യൂണിറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വ്യൂ മീറ്ററിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. വ്യൂ മീറ്ററിൻ്റെ പ്രീസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതെങ്ങനെ വ്യൂ മീറ്റർ കത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല, വ്യൂ മീറ്റർ നമ്മുടെ ഓഡിയോ ലെവൽ അനുസരിച്ച് കത്തേണ്ടതാണ്. ഇതിങ്ങനെ കത്തിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രീസെറ്റിന് എന്തോ കംപ്ലയിൻ്റ് ആണ്. അതാണ് ഇങ്ങനെ ഈ കത്തി നിൽക്കുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് തരുന്നത്. ഇത് ഈ റെഡ് ടെർമിനൽ കാണുന്നതാണ് കോളാമ്പി എന്ന് വെച്ചാൽ ഡ്രൈവർ യൂണിറ്റ് ഓർ എന്ന് വെച്ചാൽ സീലിംഗ് സ്പീക്കർ വേണം. സീലിംഗ് സ്പീക്കർ ഇപ്പം നമ്മുടെ ഇപ്പം ഡ്രൈവർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് കോമൺ 100 വോൾട്ടിനാണ്. കോമൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഇത് അതിനൊരു LMT ട്രാൻസ്ഫോമർ വരെ അതിനകത്ത്. സോ അങ്ങനെയാണ് വരുന്നത്. കോമൺ എന്ന് പറയുന്നത് നെഗറ്റീവ്, 100 വോൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ്. ഇതിനൊരു ട്രാൻസ്ഫോമർ അകത്തുണ്ട്. നമുക്ക് ഈ സ്പീക്കറിൻ്റെ
എന്ന് വെച്ചാൽ നമ്മൾ 4 ohms 8 ohmsൻ്റെ ഒരു പിന്നെ കോമൺ 70 വോൾട്ട് 100 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ വരെ നമുക്ക് LMT ട്രാൻസ്ഫോമർ ഇതിനകത്തുണ്ട് ഈ ആംപ്ലിഫയർ. അപ്പോൾ 2 ട്രാൻസ്ഫോമറാണ്, ഒന്ന് പവർ സപ്ലൈയുടെ ട്രാൻസ്ഫോമർ, ഒന്ന് സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പം നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പം നല്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു പൊക്കാവും, അത്യാവശ്യം പൊക്കാനുള്ള വെയിറ്റും ഉണ്ട്. അപ്പം ഈ ബ്ലാക്ക് ടെർമിനൽ കാണുന്നത് നമ്മുടെ സ്പീക്കർ ബോക്സിൻ്റെയാണ്. സ്പീക്കർ ബോക്സ് അല്ലെങ്കിൽ അങ്ങനെ സ്പീക്കർ ബോക്സിൻ്റെയാണ് ടെർമിനൽ. കോമൺ 8 ohms 4 ohms 4 ohms വേണം. 4 ohms സ്പീക്കറിൻ്റെ ആണെങ്കിൽ 4 ohms സ്പീക്കർ കണക്ട് ചെയ്യാം. നമ്മളിപ്പം 8 ohms സ്പീക്കറാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ആ 8 ohms സ്പീക്കറാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ എർത്തിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ദൂര പരിപാടികൾ, ഇപ്പം ഉത്സവം, പെരുന്നാൾ അങ്ങനത്തേനൊക്കെ ഈ സാധനം ഉപകാരപ്പെടും. നമ്മളിപ്പോൾ കോളാമ്പിക്ക് ഈ അഹൂജയുടെ ആംപ്ലിഫയർ പെരുന്നാളുകളും ഉത്സവത്തിനൊക്കെ നമ്മൾ കോളാമ്പികൾക്കാണ് ഈ ആംപ്ലിഫയറുകൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മൾ കോളാമ്പിക്ക് കണക്ഷൻ കൊടുത്തു കഴിയുമ്പം ഭയങ്കര ഹമ്മിങ്ങോ അല്ല വല്ലോ എർത്ത് അടിക്കുകയാണ്, നമുക്ക് ഇതിലേക്കൂടെ ഒരു വയർ ഇട്ടിട്ട് നേരെ നമുക്ക് ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റമാണിത്. പിന്നെ ഒരു ഫ്യൂസിൻ്റെ കാരിയറുണ്ട്, പിന്നെ ഒരു 24 വോൾട്ട് ബാറ്ററി കണക്ഷനുണ്ട്. അപ്പം നമുക്കിപ്പം ഈ ആംപ്ലിഫയറും എല്ലാം ഈ അനൗൺസ്മെൻറ്റുകൾക്ക് എന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ അനൗൺസ്മെൻറ്റ് പരിപാടിക്കൊക്കെ പോകുമ്പം അപ്പോൾ നമ്മുടെ ഈ ജനറേറ്റർ ഇല്ലെങ്കിൽ പോലും ഈ 24 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അതേൽ ഇത് കണക്ഷൻ കൊടുത്താൽ നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആവുന്നതാണ്. 24 വോൾട്ട് ബാറ്ററി കൊടുത്താൽ നമ്മുടെ ആമ്പ് സത്യമായിട്ട് ഓൺ ആവുന്നതാണ്. പിന്നെ ഇതിന് 4 IC ഉണ്ട്. അത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള IC ആണ്. ഇത് 3773ൻ്റെ മെക്സിക്കോ സാധനമാണ്. നല്ലൊരു IC ആണ് ഇതും 4 ഇത് മാറിയിട്ടേ ഇല്ല ഇതുവരെയായിട്ടും, ഒരു കുഴപ്പമില്ല, നല്ല വർക്കിംഗ് ആണ് ആ ICക്കും. പിന്നെ ഇതിനകത്തൊരു 2 RC ഔട്ട്പുട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ആംപ്ലിഫയറുകളിലൊക്കെയാണ് ജാക്ക് ഔട്ട്പുട്ടാണ്. പഴയ ആംപ്ലിഫയറുകളിലാണ് എന്ന് വെച്ചാൽ ജാക്ക് RC ഔട്ട്പുട്ടുള്ളത്, അതായത് RC സോക്കറ്റുള്ളത്. പുതിയ ആംപ്ലിഫയറുകൾക്കൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ജാക്ക് ഔട്ട്പുട്ടാണ്. ഇത് ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവർ ബോർഡും നമ്മുടെ പ്രീആംപ് സെക്ഷനും കൂടെ ഒരുമിച്ചുള്ളതാണ് ലൈൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലവർക്കൊരു സംശയം കാണാം, ലൈൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രീആംപ് സെക്ഷൻ്റെയും നമ്മുടെ ഡ്രൈവർ ബോർഡിൻ്റെയും കൂടെ ഒരു ഔട്ട്പുട്ടാണ് ഈ ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ബ്ലൂടൂത്ത് സാധനം, ബ്ലൂടൂത്തിൻ്റെ ചിപ്പ് കണക്ട് ചെയ്ത് നമ്മൾ വോളിയം ഇട്ടു, ബേസും ട്രബിൾ ഇട്ടു, ആ ഔട്ട്പുട്ട് എടുത്ത് നേരെ നമ്മുടെ അടുത്തൊരു ആംപ്ലിഫയറിലോട്ട് കൊടുത്താൽ ഇതേന്ന് വരുന്ന ബേസും ട്രബിളും ആ ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ പ്രീആംപ് ഔട്ട് എന്ന് പറയുമ്പം അപ്പോൾ അടുത്ത സംശയം എന്ന് പറയുമ്പോൾ പ്രീആംപ് ഔട്ട് എന്നതാണ്. പ്രീആംപ് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൈക്കിൻ്റെ ഈ പ്രീ ബോർഡ് സെക്ഷനില്ലേ, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ആംപ്ലിഫയറിൻ്റെ പറയുന്നുള്ള പ്രീ ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ഈ മൈക്ക് ബോർഡ് ഇപ്പം എന്ന് വെച്ചാൽ ഈ 5 മൈക്കിൻ്റെ ഔട്ട്പുട്ടാണ് ആ കാണുന്ന പ്രീആംപ് സെക്ഷൻ. അപ്പം നമുക്ക് ആ പ്രീആംപ് നമുക്ക് ഈ ബേസും ട്രബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ആ പ്രീ ഔട്ടിൽ നിന്ന് നേരെ അടുത്തൊരു ആംപ്ലിഫയറിൽ നിന്ന് കേൾക്കാം. എന്നാൽ ലൈൻ ഔട്ട്പുട്ടിലാണ് ഈ സെക്ഷനും ഈ ഡ്രൈവർ ബോർഡിൻ്റെ സെക്ഷനും കൂടെ ആ ലൈൻ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഉത്സവ പരിപാടിക്കൊക്കെ ഈ ആംപ്ലിഫയറും അതിൻ്റെ അടുത്തൊരു ആംപ്ലിഫയറും കൂടെ ലൈൻ ഔട്ട്പുട്ടോ അല്ലെ പ്രീ ഔട്ട്പുട്ടോ കൊടുത്താൽ പോലും വർക്കിംഗ് ആണ്. പ്രീ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു. പ്രീ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ മൈക്ക് പ്രീ ബോർഡിൻ്റെ ഔട്ട്പുട്ടാണ്. ലൈൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൈക്ക് പ്രീ ബോർഡിൻ്റെയും ഡ്രൈവർ ബോർഡിൻ്റെയും കൂടെ ഉള്ള ഔട്ട്പുട്ടാണ് ലൈൻ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഒരു മ്യൂസിക്കൊക്കെ ഇട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഒരു മൈക്ക് ആദ്യമേ നമുക്കൊരു മൈക്രോഫോൺ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ബീറ്റ 50A ഒരു മൈക്രോഫോണാണ്. നല്ല വില കുറവുള്ള മൈക്രോഫോണാണ്. 500 രൂപയ്ക്കൊക്കെ കിട്ടുന്നൊരു നോർമൽ മൈക്രോഫോണാണ് നമ്മളെ പോലെയുള്ളവർക്കൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹലോ. അപ്പം ഇത്ര ശബ്ദത്തിൽ നമുക്ക് ഇത്ര സംസാരിക്കാൻ പറ്റും. നല്ല ഗെയിനാണ് ഈ മൈക്രോഫോണിനല്ല, നല്ല ഗെയിനുണ്ട് ഈ ആംപ്ലിഫയറിന്. നമ്മളിപ്പം ലെവൽ ഇത്രയും സെൻറ്ററിലാണ് ഇട്ടിരിക്കുന്നത്, നമ്മൾ മൈക്ക് 3 കൊടുത്തിട്ട്. അപ്പം നല്ല ഗെയിനാണ്. ഇപ്പം സംസാരിക്കുകയാണ്, നമ്മൾ ബാസ് ഇച്ചിരി കുറയ്ക്കുകയാണെങ്കിൽ ട്രിബിൾ വേണമെങ്കിൽ ഇച്ചിരി കൂടെ കുറയ്ക്കാം. അപ്പം നമുക്ക് ബാസും ട്രബിളും വേണം ഇത്രയും സെൻറ്ററിൽ ഇട്ടാൽ പോലും അത്യാവശ്യം നല്ല വർക്കിംഗ് കിട്ടും. ട്രബിൾ കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫോമൻസാണ്. വേരെപ്പം അങ്ങനെയൊന്നും കേട്ടിട്ടില്ല മൈക്രോഫോണിൽ നിന്നൊന്നും. അപ്പോൾ ഇത്രയാണ് ആൾക്കാർ മൈക്രോഫോണിനൊക്കെ ഇടാറുള്ളത്. ഞാനിച്ചിരി കൂട്ടിയിടുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ മ്യൂസിക്കൊക്കെ ഇടുമ്പം നല്ല ഗെയിനും ഉണ്ട് ആംപ്ലിഫയറിന്. ആംപ്ലിഫയറിന് മൈക്ക് സെക്ഷനൊക്കെയാണ് നല്ല ഗെയിനും ഉണ്ട്. ഓക്സിലറിയുടെ സെക്ഷനും നല്ല ഗെയിനുള്ളതാണ്. അപ്പം നമുക്കൊന്ന് ഒരു മ്യൂസിക് കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. മ്യൂസിക് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാം.
ബോക്സ് അകത്താണ് വെച്ചിരിക്കുന്നത്, സ്പീക്കർ ബോക്സ്. നമ്മൾ ബ്ലൂടൂത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തെ ബോക്സ് നോക്കാം. അത് മ്യൂസിക്കിൻ്റെ എന്താ പ്രശ്നമാണ്. നമ്മൾ വോളിയം നല്ലതായിട്ടാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ ഹമ്മിങ്ങോ അങ്ങനെ എരപ്പമൊന്നുമില്ല. ബേസും ട്രബിളും നമ്മൾ കൂട്ടിയിട്ടിട്ട് പോലും ഒരു എരപ്പും പോലും കേൾക്കുന്നില്ല. പഴയ മോഡൽ ആംപ്ലിഫയറുകളിൽ അത്ര എരപ്പ് കേൾക്കുന്നില്ല. ഇപ്പോഴത്തെ ആംപ്ലിഫയറുകൾക്കാണ് നല്ല എരപ്പ് വരുന്നത്. എന്നാൽ ഇതിന് നല്ല എരപ്പൊന്നുമില്ല. നല്ല ബേസും റെസ്പോൺസും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.